ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മൾ പറയുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 576/2024. ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ളത് 29/1/2025 ആണ്. അപ്പോൾ സാലറി സ്കെയിൽ നോക്കുക, 39,300 മുതൽ 83,000 വരെ പോകാം. നമ്പർ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. 18 മുതൽ 36 വരെ അപേക്ഷിക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏത് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ താഴോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണാമല്ലോ, സ്കീം ആൻഡ് സിലബസ് ഓഫ് എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രിലിംസ് ഉണ്ടായിരിക്കും, പ്ലസ് ഒരു മെയിൻസ് എക്സാം, പ്ലസ് ഒരു ഇന്റർവ്യൂ. 3 എണ്ണം ചേരുന്നതാണ് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് ഈ വർഷത്തെ ഇനി തൊട്ടുള്ള എക്സാംസ്. അപ്പോൾ പ്രിലിംസ് എക്സാംസ് എല്ലാവർക്കും അറിയാമല്ലോ, ഒറ്റ പേപ്പറേ ഉള്ളൂ. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ആയിരിക്കും. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. 1.25 മണിക്കൂറായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ നാളെ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രോഗ്രാം ഉണ്ട്. എല്ലാവർക്കും അറിയാം, ജനുവരി 1-ാം തീയതി PSC ആ വർഷം നടത്താൻ പോകുന്ന എല്ലാ എക്സാംസിന്റെയും ടെൻറ്റേറ്റീവ് ഡേറ്റ് പബ്ലിഷ് ചെയ്യും. ആ കൂട്ടത്തിൽ സിലബസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് ഓൾറെഡി അറിയാം, വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രിലിംസിന്റെ അതേ സിലബസ് ആണ്. മെയിൻ എക്സാമിനേഷൻ 2 പേപ്പർ ആയിരിക്കും. ഒന്നാമത്തെ പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, 1.5 മണിക്കൂർ. അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് will be published along with the annual tentative examination program to be published on 1st January 2025. കുറേ നാളുകളായിട്ട് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണിത്. ആദ്യം തന്നെ നമുക്ക് സിലബസ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം HSA ഒക്കെ പോലെ ആണെങ്കിൽ സിലബസ് ആദ്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. അതുകൊണ്ട് സിലബസ് ആദ്യം തന്നെ തരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനുള്ള ഒരു സമയം കിട്ടും. ഓക്കെ, അപ്പം നാളെ തന്നെ സിലബസ് പബ്ലിഷ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു മെയിൻസിൻ്റെതും. അപ്പോൾ 2 പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. 2 പേപ്പർ 1.5 മണിക്കൂർ, നമ്മളെ LSDS പോലെ. അതിനുശേഷം 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. അപ്പോൾ മെയിൻസ് എക്സാം വരുന്ന സമയത്ത് പ്രിലിംസ് പാസ്സാവുന്നവർ മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ വീതം 2 പേപ്പറുകളും 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂവും ചേർത്തിട്ടായിരിക്കും ഫൈനൽ റാങ്കിങ്. മാർക്ക് ഓഫ് ദി മെയിൻ എക്സാമിനേഷൻ ആൻഡ് ഇൻ്റർവ്യൂ വിൽ ബി കൺസിഡേർഡ് ഫോർ റാങ്കിങ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല കടുകട്ടി ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കണം. പിന്നെ എങ്ങനെ പഠിക്കണമെന്നൊക്കെ ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ലാസ്റ്റ് നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 43 ആയിരുന്നു കട്ട് ഓഫ്. 43.67 ആയിരുന്നു കട്ട് ഓഫ്. ടോട്ടൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉണ്ടായത് 2205 പേര് പ്രോബബിലിറ്റി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിൽ 970 പേരുണ്ടായിരുന്നു. സപ്ലിമെന്ററിയിൽ 1119 പേര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിനകത്ത് 116 പേര്. അപ്പം ഈ ഒരു 43 കട്ട് ഓഫ് വരിക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു മാർക്കല്ല. അപ്പം ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഇവിടെ 2 പേപ്പറുകൾ ഉണ്ടായിരിക്കും. 2 പേപ്പറുകളുടെ ടോട്ടൽ മാർക്ക് പ്ലസ് ഇന്റർവ്യൂവിന്റെ മാർക്ക് 20 മാർക്കും കൂടെ കൂട്ടിയിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കടമ്പ എന്നുള്ള രീതിയിൽ പ്രിലിംസ് എക്സാംസ് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കണം. പ്രിലിംസിന് നല്ല കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഫോക്കസ് ചെയ്ത് കുറേ കാലങ്ങളായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ പ്രിലിംസിന്റെ കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ടു തന്നെ പഠിക്കുക. സീരിയസ് ആയിട്ട് ഉള്ള ആസ്പിറൻസിനായിരിക്കും പ്രിലിംസിന് പെട്ടെന്ന് തന്നെ കയറാനായിട്ട് സാധിക്കുന്നത്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ. മാർച്ച് വരെ ഉള്ളത് PSC പബ്ലിഷ് ചെയ്തതിനകത്ത് ഡേറ്റ് വന്നിട്ടില്ല. നമ്മളൊരു ഏപ്രിൽ മാക്സിമം ഒരു മെയ്യിലൊക്കെയാണ് പ്രിലിംസ് പ്രതീക്ഷിക്കുന്നത്. മെയ് മാസത്തിലായിരിക്കും, എല്ലാ വർഷവും അങ്ങനെയാണ്. അപ്പോൾ മെയ് മാസത്തിൽ ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് ഉണ്ടായിരിക്കും. അത് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. NCERT പുസ്തകങ്ങൾ ഒഴിവാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്പെഷ്യൽ ബുക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. പോകെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.